السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമ് എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലാണ്. പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ഒരു തോലിബുൽ ഇൽമ് തേടുന്നതിൽ സ്വീകരിക്കേണ്ട ഏറ്റവും സ്വഹീഹായിട്ടുള്ള മാർഗത്തെ സംബന്ധിച്ചാണ്. അതിനോടനുബന്ധമായിക്കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള വിശദീകരണം, അതെങ്ങനെ മനസ്സിലാക്കണം, അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള വിശദീകരണം 1-2 ആഴ്ചകളിലൂടെ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഭാഗം നോക്കിക്കോ, 37-ാമത്തെ പേജ്. അപ്പൊ അറബി ഭാഷയിൽ എന്താണോ അതിന്റെ അർത്ഥം അത് അതേപോലെ സ്വീകരിക്കണം. തംസീൽ പാടില്ല, തക്കീഫ് പാടില്ല. അതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അത് നിഅമത്താണ്, ഖുദ്റത്താണ് എന്ന് പറയാം. അതേപോലെ അള്ളാഹു സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അധികാരം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതേപോലെ അള്ളാഹുവിന്റെ വജ്ഹ്, മുഖം എന്ന് പറഞ്ഞാൽ അത് സവാബാണ് എന്ന് വ്യാഖ്യാനിക്കുക. അപ്പൊ അതൊന്നും എന്താണ് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ തെളിവുകൾ, ആയത്തുകൾ പറഞ്ഞു, ഹദീസുകൾ പറഞ്ഞു. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതാണ് എന്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മൻഹജ്, ഒരാൾക്ക് ഉള്ള രക്ഷാമാർഗം ഈ മൻഹജ് സ്വീകരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് ബിദ്അത്തുകളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. ഇയ്യാക്കും മുഹ്ദസാത്തിൽ ഉമൂരി എന്നുള്ള ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നു. എന്നിട്ട് നോക്കിക്കോ, എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം, അതിന്റെ ഈ അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം, അസ്മാ വ സിഫാത്തുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം തുടരുകയാണ്. വൽ അജബു, അത്ഭുതകരം തന്നെ. അന്ന ഹൗലാഇൽ മുൻഹരിഫീന അല്ലദീന യഖൂലൂന, ഈ മുൻഹരിഫീങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യതിയാനത്തിന്റെ ആളുകൾ, വ്യതിയാന കക്ഷികൾ. അപ്പൊ അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയിട്ടുള്ള ഈ വ്യതിയാനത്തിന്റെ ആൾക്കാർ യഖൂലൂന, അവർ വാദിക്കുന്നത്, അവരുടെ ഈ വാദം അത്ഭുതകരം തന്നെ. അൽ അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരം തന്നെ, ആശ്ചര്യജനകം തന്നെ. അവരുടെ വാദം ഇന്നൽ മുറാദ ബിൽ യദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് യദ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ യദ് എന്നുള്ളതിന്റെ അള്ളാഹുവിന്റെ ആ സിഫത്തിന് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതും പറഞ്ഞു. എന്നാൽ ഈ മുൻഹരിഫീങ്ങൾ പറയുന്നത് യദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ-നിഅമ വൽ ഖുദ്റ. അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കൈ എന്നല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്, ഖുദ്റത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ കഴിവാണ് എന്ന് വാദിക്കുന്ന ഈ വ്യതിയാനത്തിന്റെ ആൾക്കാർ.
അതേപോലെ വൽ മുറാദ് ബിൽ വജ്ഹി, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സവാബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം എന്നാണ് അങ്ങനെ വാദിക്കുന്ന വ്യതിയാന കക്ഷികൾ. വൽ മുറാദ് ബിൽ ഇസ്തിവായി, അതേപോലെ അള്ളാഹു ഇസ്തിവായ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അൽ ഇസ്തിലാഹ്, അത് അള്ളാഹു സിംഹാസനത്തിന്റെ അധികാരം ഏറ്റെടുത്തു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആകാശഭൂമികളുടെ അധികാരം ഏറ്റെടുത്തു, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വാദിക്കുന്ന വ്യതിയാന കക്ഷികൾ. യദ്ദഊന അന്നഹും ഫഅലു ദാലിക തൻസീഹൻ ലില്ലാഹി അമ്മാ ലാ യലീഖു ബിഹി, അവരുടെ വാദത്തിൽ അവർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിനെ ഞങ്ങൾ പരിശുദ്ധനാക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. മനസ്സിലാണ്ടോ? അപ്പൊ അള്ളാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. അള്ളാഹുവിന് മുഖമുണ്ട് എന്നുള്ളത് പറയാൻ പാടില്ല. അതേപോലെ അള്ളാഹുവിന് യദുണ്ട്, കൈകളുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നിയമത്താണ്. കൈകളുണ്ട് എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണ്? അവരുടെ ഉദ്ദേശം എന്താണ്? തൻസീഹൻ അമ്മാ ലാ യലീഖു ബിഹി, അള്ളാഹുവിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുക, അള്ളാഹുവിനെ ഒഴിവാക്കലാണ്. അള്ളാഹുവിനെ ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവരും വാദിക്കുന്നത് യഥാർത്ഥത്തിൽ. കാരണം അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറഞ്ഞാൽ അതിനവർ പല ന്യായങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അവരുടെ വാദപ്രകാരം അവർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിനെ തൻസീഹ് ചെയ്യണം, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അള്ളാഹുവിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. എന്നാൽ വഫിൽ ഹഖീഖത്തി ബി ഫിഅലിഹിം ഹാദാ, യഥാർത്ഥത്തിൽ അവരുടെ ഈ പ്രവർത്തനം കൊണ്ട് വസഫുല്ലാഹ, അവർ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബിമാ ലാ യലീഖു ബിഹി, അള്ളാഹുവിന് യോജിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ അവർ വിശേഷിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. അത് അള്ളാഹുവിനെ തൻസീഹ് ചെയ്യലല്ല. ഫഖദ് അഖ്ബറ അൻ ഷൈഇൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നു. ഹുവ ഫീ നദരിഹിം ഗൈറു സഹീഹ്, അത് അവരുടെ വീക്ഷണത്തിൽ അതെന്തല്ല, ശരിയല്ല. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് എന്താ? അള്ളാഹുവിന് യദുണ്ട്. പക്ഷെ അവരുടെ വീക്ഷണത്തിൽ അതെന്തല്ല, ശരിയല്ല. യഥാർത്ഥത്തിൽ അതാണല്ലോ അവർ വാദിക്കുന്നത്. അള്ളാഹുവിന് മുഖമുണ്ട് എന്നുള്ളത് ആര് പറഞ്ഞതാണ്? അള്ളാഹ് പറഞ്ഞതാണ്. പക്ഷെ അവരുടെ വീക്ഷണത്തിൽ, അവരുടെ വാദത്തിൽ അതെന്തല്ല, സ്വഹീഹല്ല, ശരിയല്ല ആ വാദം. അതുകൊണ്ട് ഫയഖൂലു ഫീ കലാമില്ലാഹി ഇമ്മാ അൽ കദിബ, അപ്പൊ അവരുടെ വാദപ്രകാരം എന്താ വരിക? അള്ളാഹുവിന്റെ ഈ കലാമിൽ എന്തുണ്ട്? ഒന്നുകിൽ കളവുണ്ട് എന്ന് വന്നു. കാരണം അള്ളാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? അത് അള്ളാഹുവിന് യോജിക്കാത്തതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞു? ഒന്നുകിൽ അള്ളാഹു കളവ് പറഞ്ഞു, വൈമാ തെൽബീസ വത്താമിയ, അല്ലെങ്കിൽ തെൽബീസ് ഉണ്ട് എന്നുള്ളത് വന്നു, ആശയക്കുഴപ്പം. അല്ലെങ്കിൽ താമീയത്ത് എന്ന് പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യം മറച്ചു വെക്കുക. അപ്പൊ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് വന്നു. അള്ളാഹുവിന്റെ കലാമില് ഒന്നുകിൽ അള്ളാഹു പറഞ്ഞത് കളവാണെന്നുള്ളത് വന്നു, അല്ലെങ്കിൽ അതിൽ തെൽബീസ് ഉണ്ട് എന്നുള്ളത് വന്നു, അല്ലെങ്കിൽ അതിൽ തഅമീയത്ത്, യാഥാർത്ഥ്യം മറച്ചു വെക്കലുണ്ട് എന്നുള്ളത് വന്നു. കാരണം അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് യദുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരുടെ വാദപ്രകാരം എന്താണ്? അത് നിഅമത്ത് എന്നുള്ളതാണ്. ഒന്നുകിൽ അത് കളവാണ്, അല്ലെങ്കിൽ അത് തെൽബീസ് ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ അത് തഅമീയത്താണ് അവരുടെ വാദപ്രകാരം. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് യോജിക്കാത്തത് അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ വാദപ്രകാരം അള്ളാഹുവിന് വജ്ഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അത് അവരുടെ വീക്ഷണപ്രകാരം അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനെ അള്ളാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് വിരലുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരെ പോലെയാണെന്നുള്ളത് ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ? അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് തംസീൽ ചെയ്യലല്ലേ? അപ്പൊ അവരെന്താണ് ചെയ്യുന്നത്? അപ്പൊ അതുകൊണ്ട് അവർ വ്യാഖ്യാനിക്കുകയാണ് എന്ത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സവാബാണ്, എതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഅമത്താണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് തൻസീഹ് അല്ല, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലല്ല എന്നർത്ഥം. കാരണം അള്ളാഹുവിന്റെ കിതാബിൽ അത് ഉണ്ട് എന്ന് പറഞ്ഞൊരു സംഗതിയെ നിഷേധിക്കലാണത്. വല്ലാഹു അസ്സ വജല്ല യഖൂലു, കാരണം അള്ളാഹു അവന്റെ ഖുർആനിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാനാണ്. വയഹദിയക്കും സുനനല്ലദീന മിൻ ഖബലിക്കും, അതേപോലെ തന്നെ മുൻഗാമികളുടെ നല്ല നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുമാണ്, ആ സുനനുകളിലേക്ക് നിങ്ങളെ നയിക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വയതൂബ അലൈക്കും, നിങ്ങളുടെ തൗബ സ്വീകരിക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ നമ്മുടെ തെളിവ് എന്താണ്? യുരീദുല്ലാഹി ലിയുബയ്യിന ലക്കും, അള്ളാഹുവിന്റെ ആയത്ത്, അവന്റെ ഖുർആന്, അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് കാര്യങ്ങള്
തബീൻ ചെയ്തു തരിക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു വിശദീകരിച്ചു തരിക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ബയാൻ ചെയ്തു തരികയാണ്. അപ്പൊ അതിലെന്ത് പാടില്ല? അത് തെൽബീസല്ല, അത് കദിബല്ല, അത് തഅമിയത്തല്ല. മനസ്സിലാണ്ടല്ലോ? അതിനാണ് ആയത്ത് കൊണ്ടുവന്നത്. ആയത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ ബയാൻ ചെയ്തു തരികയാണെന്നുള്ളതിന് വേണ്ടി, കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ്. അപ്പൊ അതിലൊരിക്കലും എന്ത് പാടില്ല? തഅമിയത്ത് ഉണ്ടാകാൻ പാടില്ല, തെൽബീസ് ഉണ്ടാകാൻ പാടില്ല, കദിബ് ഉണ്ടാകാൻ പാടില്ല. നിസായിലെ 26-ാമത്തെ ആയത്താണത്. ഇനി വേറൊരു ആയത്ത് കൂടി തെളിവ് കൊണ്ടുവരുന്നത് വയഖൂലുല്ലാഹു അസ്സ വജല്ല, അള്ളാഹ് പറയുന്നുണ്ട് യുബയ്യിനുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അൻ തളില്ലൂ, നിങ്ങൾ വഴിവെച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. അപ്പൊ അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട് ഖുർആനിൽ. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു അറിവുള്ളവനാണ്. നിസായിലെ 176-ാമത്തെ ആയത്ത്. അപ്പൊ അള്ളാഹു അവന് യദുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് 2 കൈകളുണ്ട് എന്ന് തന്നെയാണ്. അള്ളാഹുവിന് വിരലുകൾ ഉണ്ടെന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വിരലുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. വല്ലാഹു അസ്സ വജല്ല ഖദ് ബയ്യലനാ കുല്ല ഷൈഇൻ, അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്നിട്ടുണ്ട്, അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വലാ സിയമാ മാ യതഅല്ലഖു ബി അസ്മാഇഹി വസിഫാത്തിഹി, പ്രത്യേകിച്ചും ഏത് കാര്യങ്ങൾ? അള്ളാഹുവിന്റെ അസ്മാകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഫഖദ് ബയ്യനഹു അല്ലാഹു തആല ബയാനൻ കാഫിയൻ ഷാഫിയൻ, ആ അള്ളാഹ് വ്യക്തമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ബയാനൻ കാഫിയൻ ഷാഫിയൻ, അത് മതിയായ ഒരു വിശദീകരണമാണ്. അത് ഷാഫിയാണ്, തൃപ്തികരമായ, സമ്പൂർണമായിട്ടുള്ള, മതിയായ, കാഫിയാണ്, മതിയായിട്ടുള്ള ഒരു വിശദീകരണമാണ് അള്ളാഹു അവന്റെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ലാ യഹ്താജു ഇലാ അഖീസത്തി ഹൗലാ ഇല്ലത്തി യദ്ഉനഹ അഖലിയ്യ, അതുകൊണ്ട് ഇവരുടെ ഖിയാസുകൾ നമുക്ക് ആവശ്യമല്ല. എന്ത്? അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുക, എന്നിട്ട് അവരെന്ത് പറയും? ഞങ്ങൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ഖിയാസുകൾ, അവരുടെ സിദ്ധാന്തങ്ങൾ നമുക്ക് ആവശ്യമല്ല. ഖിയാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, താർക്കികമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, അവരുടെ വാദങ്ങൾ. അല്ലത്തി യദ്ഉനഹ, അവർ കൊണ്ടുവരുന്ന ന്യായങ്ങളെ, അവരുടെ വാദങ്ങളെ അവർ വിളിക്കുന്നത് എന്താണ്? അഖലിയ എന്നുള്ളതാണ്. ബുദ്ധിപരമായ, അത് അഖലിയത്താണ് എന്നുള്ളത്. നമ്മൾ അവരെ കുറിച്ച് പറയാറുണ്ട് അഖലാനികൾ എന്ന് പറയും. എന്നിട്ട് അവർ ചില ന്യായങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് അവരെന്ത് പറയും? ഇതാണ് ബുദ്ധിപരം, ഇതാണ് യുക്തിപരം, ഇതാണ് യുക്തിപരമായ. അവരുടെ യുക്തികളും അവരുടെ വാദങ്ങളും എന്ത്? നമുക്ക് ആവശ്യമില്ല. വയ്യ ഖയാലാത്തുൻ വഹമിയ, അതെന്താണ്? ചില ഊഹങ്ങളും ഭാവനകളും അർത്ഥശൂന്യമായിട്ടുള്ള ചില ഊഹങ്ങൾ മാത്രമാണ്, ചില സങ്കല്പങ്ങൾ, അവരുടെ ചില അബദ്ധജടിലമായ വാദങ്ങൾ മാത്രമാണ്. അവർക്കത് തോന്നുന്നത് ഇതൊക്കെ എന്താണ്? ബുദ്ധിപരമാണെന്നുള്ളത് തോന്നും. അപ്പൊ അവരുടെ ആ ബുദ്ധി നമുക്ക് ആവശ്യമില്ല, അത് അവരുടെ പോക്കറ്റിൽ അവർ വെച്ചോട്ടെ. അപ്പൊ അള്ളാഹു എല്ലാ രാത്രിയുടെയും അവസാന ഭാഗത്ത് 1-ാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അള്ളാഹു എല്ലാ രാത്രിയിലും 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങുക? അപ്പൊ അമേരിക്കയിൽ അള്ള എന്താ കിട്ടുക? കാരണം രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞാല് ഓരോ രാജ്യത്തും ഓരോ ടൈമായിരിക്കും. അപ്പൊ അള്ളാഹു എങ്ങനെ ഇറങ്ങാം? അമേരിക്കയിലുള്ള സമയമല്ല ഇന്ത്യയിലെ സമയം, ഇന്ത്യയിലുള്ള സമയമല്ല ഖത്തറിലെ സമയം, അതേപോലെ വേറൊരു രാജ്യത്തുള്ള ടൈമായിരിക്കില്ല മറ്റൊരു രാജ്യത്തുള്ളത്. അപ്പൊ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? ഇവിടെ ഖുറാഫികൾ സലഫികളെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇതാണ്. എന്ത്? അവിടെ അള്ളാഹു 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുമെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ സലഫികളുടെ അള്ളാഹ്ക്ക് ഇറങ്ങാനും കയറാനും നേരം ഉണ്ടാവുമല്ലോ. കാരണം ഒരു സ്ഥലത്ത് ഇതാകുമ്പോൾ വേറെ സ്ഥലത്ത് അള്ളാഹ്ക്ക് ഇറങ്ങാനും കയറാനേ സമയം ഉണ്ടാവുള്ളൂ. അള്ളാഹ്ക്ക് അർശിൽ ഇരിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. മുജാഹിദുകളുടെ അള്ളാഹ്ക്ക്, സലഫികളുടെ അള്ളാഹ്ക്ക് എന്നുള്ളത് പരിഹസിക്കുന്ന ഇതാണെന്ത്? ഇത്തരത്തിലുള്ള ബുദ്ധികൾ നമുക്ക് ആവശ്യമല്ല. എന്നിട്ട് അവർ വ്യാഖ്യാനിക്കും, ഇവിടെ അള്ളാഹു 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങും, രാത്രിയുടെ അവസാന ഭാഗത്ത് 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അള്ളാഹുവിന്റെ നിഅമത്ത് ഇറങ്ങും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലോ അള്ളാഹ്ക്ക് ഇറങ്ങാനും കയറാനും സമയം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകളെ ബുദ്ധിപരമായിട്ട് വ്യാഖ്യാനിക്കുക. അപ്പൊ ഒരാൾ ബുദ്ധി കൊണ്ട് അത് ശരിയാണല്ലോ, ഇന്ത്യയിലുള്ള ടൈമല്ലല്ലോ അമേരിക്കയിൽ, അതേപോലെ വേറുള്ള സമയം ഓരോ രാജ്യത്തും വ്യത്യസ്തമായ സമയമുള്ള. അപ്പൊ അള്ളാഹ് കയറാ ഇറങ്ങുക, അത് ശരിയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ളത് പറഞ്ഞല്ലോ, ലാ യഹ്താജു ഇലാ ഖീസത്തി ഹൗലാ ഇല്ലത്തി യദ്ഉനഹാ അഖലിയ,
അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദത്തിന്റെ എന്താണ്, ഇതാണ് ബുദ്ധിപരം എന്ന് പറയുന്ന അവരുടെ ആ വാദങ്ങൾ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇങ്ങനെ എല്ലാം ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് മാത്രം. ഇങ്ങനെ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളെയും വ്യാഖ്യാനിക്കുക. അപ്പോ ബാത്റൂമിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്നുള്ളത് പറയാം. ആൺ പിശാചുക്കളും പെൺപിശാചുക്കളും. അത് പറഞ്ഞാൽ എന്താ, പിശാച് ബാത്റൂമിലേക്ക് കയറൂലേ? എന്താ, പിശാച് മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന ജീവിയല്ലേ? അപ്പൊ അവന്റെ ബുദ്ധിയുടെ വർക്ക് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം ആൺ കൊതുകുകളും പെൺകൊതുകുകളുമാണ്. ഇത് ബുഖാരിന്റെ പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന നാട്, ബുഖാരിന്റെ പരിഭാഷയിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുബുസും ഖബായിസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൺ കൊതുകുകളും പെൺകൊതുകുകളുമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇന്നത്തെ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കൊതുകുകൾ ഉണ്ടാകും. അപ്പൊ അതിൽ നിന്ന് രക്ഷ തേടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അപ്പൊ അവിടെ ഒരു ബുദ്ധി, കാരണം അവിടെ പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ എന്നാലും വരുമല്ലോ, രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന ജീവികളല്ലേ പിശാചുക്കൾ. അപ്പൊ അത് ചൊല്ലിയാൽ എങ്ങനെ രക്ഷ കിട്ടുക? അപ്പോ അവിടെ ബുദ്ധിപരമായിട്ട് അവിടെ ഉദ്ദേശം എന്താണ്? ആൺ കൊതുകുകളും പെൺകൊതുകുകളുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ, ഇത്തരത്തിലുള്ള ഹദീസുകളെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ ബുദ്ധി അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ത്, ഇതിന്റെ ആദ്യത്തെ പേജിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ, വസ്ബുത് അല ഹാദൽ മൻഹജി തസ്ലം മിനൽ ബിദഇൽ ളാല. കണ്ടോ, ഈ മൻഹജിൽ നീ അടിയുറച്ചു വന്നോ. ഇതിങ്ങനെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നും അത് ശരിയാണല്ലോ, അള്ളാഹുവിന്റെ ഇറക്കത്തെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റുള്ള സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇങ്ങനെ ഒരാളിങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ നിന്നാൽ അത് ശരിയാണല്ലോ, അതിൽ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. അപ്പൊ അവിടെയാണ് എന്ത്, ഈ മൻഹജിന്റെ വിഷയം വരുന്നത്. സലഫുകൾ അള്ളാഹുവിന്റെ സിഫത്തുകൾ എങ്ങനെ മനസ്സിലാക്കി, അതിനെങ്ങനെ, അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇത് ഇതിന്റെ ബേസാണ്, നമ്മുടെ അഖീദയുടെ അടിത്തറയാണത്. അസ്മാ വസിഫാത്തുകളിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കായികയാണിത്. ഈ മൻഹജിൽ അടിയുറച്ച് നിൽക്കണം എന്നുള്ളത്. നമ്മൾ പതറിപ്പോകരുത്. ചില ആൾക്കാരുടെ പ്രസംഗം കേട്ടാൽ അവരിത് ഇങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ ഓരോ ഹദീസുകൾ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ആയത്തുകൾ, ഹദീസുകൾ ഇതിങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ അങ്ങനെ അവരിങ്ങനെ കൊണ്ടുവരുമ്പോൾ ശരിയാണ് ബുദ്ധിക്ക്. അപ്പൊ അവിടെ ബുദ്ധിയല്ല, ഈ ആയത്തുകളെ ഹദീസുകളെ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, അള്ളാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വജ്ഹ് ഉണ്ട്, അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നാൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അവിടെ അതാണ് മൻഹജ് എന്ന് പറയുന്നത്. മനസ്സിലുണ്ടോ? അപ്പൊ ഇവരുടെ ലാ യഹ്താജു ഇലാ അഖീസത്തി ഹൗലാ ഇല്ലത്തി യദ്ദഉനഹ അഖലിയ, ഇതിനവർ പറയുന്നതാണ് അഖലിയത്ത് അല്ലെ. അതുകൊണ്ടാണ് അവരെ അഖ്ലാനികൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വെറും എന്താണ്, ഖയാലാത്തുകൾ മാത്രമാണ്. ചില പിന്നെ അവരുടെ ഊഹങ്ങൾ, അബദ്ധജടിലമായ വാദങ്ങളും സങ്കല്പങ്ങളും മാത്രമാണ്. സുമ്മ ഇന്നി അൻസാവും, ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ നിന്നാല് ഹദീസുകളെ മാത്രമല്ല കേട്ടോ, ആയത്തുകളെയും തള്ളേണ്ടി വരും. ആയത്തുകളെയും തള്ളേണ്ടി വരും. അപ്പോ സിഹർ, ഇത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യം. കണ്ണേർ എന്നുള്ളത് ഹക്കാണെന്നുള്ളത് ഹദീസിൽ വന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മൂസാ നബി അലൈഹിസ്സലാം വലിയൊരു നദിയിൽ അദ്ദേഹത്തിന്റെ ആടിന് പിന്നെ മരത്തുനിന്ന് ഇല ഒഴിച്ചു കൊടുക്കുന്ന വടി കൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം രണ്ടായിട്ട് പിളർന്നു എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിക്കാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക? രണ്ടായി പിളർന്ന ആ സമുദ്രത്തിലൂടെ അവർ നടന്നു പോയി എന്നുള്ളതാണ്. അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി അള്ളാഹ് ചോദിച്ചാലോ, ഫമാ തിൽക ബിയമീനിക യാ മൂസ അല്ലെ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ കുത്തി പിടിച്ച് നടക്കുന്ന വടിയാണത്, എന്റെ ആളുകൾക്ക് പിന്നെ ഇല ഒഴിച്ചു കൊടുക്കാറുണ്ട്, ആ വടി കൊണ്ട് അടിക്ക് സമുദ്രത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ ആ വടിന്റെ ഒരു നീളം, ആ വടിന്റെ ഒരു പവർ, അതിന്റെ ഉറപ്പ്, ആ വടി കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം സമുദ്രത്തിൽ അടിച്ചത്. അത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നതാ. അപ്പൊ അങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ടും ഖുറാനെ ഹദീസിനെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ ഹദീസുകളല്ല, ബുഖാരിനല്ല, ഖുറാനെ തന്നെ നിഷേധിക്കേണ്ടി വരും. അപ്പൊ അത് പോട്ടെ, അത് വേറെ വിഷയമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ബുദ്ധി നമുക്ക് വേണ്ട.
സുമ്മ ഇന്നി അൻസഹു മിൻ മൻ അറാദ ത്വാലിബൽ ഇൽമി അൻ യഖ്താറ ലഹു ശൈഖ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അസ്മാകളെയും പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ സിഫാത്തുകളെ എങ്ങനെ മനസ്സിലാക്കണം, അതിന്റെ രീതി അദ്ദേഹം പറഞ്ഞതിന് ശേഷം ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇനി എനിക്കുള്ള നസീഹത്ത് എന്താണ്? ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെയ്ഖിനെ തെരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണ് ആ കാര്യങ്ങൾ? അദ്ദേഹം എണ്ണി പറയണം. ഒന്ന്, ഒരു ഷെയ്ഖിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, മൗസൂഖൻ ഫി ഇൽമിഹി. ആ തെരഞ്ഞെടുക്കുന്ന ഷെയ്ഖ് ആരായിരിക്കണം? അവന്റെ ഇൽമിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. ഒന്ന്, ഇൽമിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. മനസ്സിലായല്ലോ? ആധികാരികതയുള്ള ആളായിരിക്കണം. രണ്ട്, മൗസൂഖൻ ഫി ദീനിഹി. ദീനിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. ഒന്ന്, ഇൽമിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. രണ്ട്, ദീനിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. മൂന്ന്, വസലീം അൽ അഖീദ. കൃത്യമായ ശരിയായ മനഹജുള്ള ആളായിരിക്കണം. വ്യക്തമായ ശരിയായിട്ടുള്ള മനഹജുള്ള ആളായിരിക്കണം. അഖീദ ഉള്ള ആളായിരിക്കണം. നാലാമത്തത് വസലീം അൽ മനഹജി. മനഹജ് ക്ലിയർ ആയിരിക്കണം. നാലാമത്തത് അതാണ്. അഞ്ചാമത്തത് മുസ്തഖീം അൽ ഇത്തിജാഹി. ശരിയായ മതപരമായിട്ടുള്ള വീക്ഷണങ്ങൾ പുലർത്തുന്ന ആളായിരിക്കണം. മതപരമായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്ന ആളായിരിക്കണം. ഈ 5 കാര്യങ്ങളാണ് ഒരു ഷെയ്ഖിന് വേണ്ടത്. മനസ്സിലായല്ലോ? ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ പല ആളുകൾക്കും സംശയം ഉണ്ടാവും. അയാളടുത്ത് നിൽമ സ്വീകരിക്കാൻ പറ്റുമോ? ഇയാളടുത്ത് നിൽമ സ്വീകരിക്കാൻ പറ്റുമോ? അയാൾ നല്ല പ്രസംഗമാണല്ലോ, അയാൾ അറബിയിൽ നല്ല വഅള് പറയുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ അയാൾ അതിന്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണല്ലോ. ഈ 5 കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. ഏതൊക്കെ 5 കാര്യങ്ങൾ? ഒന്ന്, ഇൽമിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. 2, ദീനിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. 3, അഖീദ പെർഫെക്റ്റ് ആയിരിക്കണം. നാലാമത്തത് മനഹജ് ക്ലിയർ ആയിരിക്കണം. ഇവിടെ മനഹജ് ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മാർഗം എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രമാണങ്ങളെ മനസ്സിലാക്കുന്ന രീതിശാസ്ത്രം. പ്രമാണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അസൽ ബന്ന എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആളാകുമ്പോൾ പറ്റൂല. അല്ലെങ്കിൽ മറ്റേയാളെ പറയുമ്പോൾ ഇമാം എന്ന് പറയുന്ന ആളാകുമ്പോൾ പറ്റൂല. മനഹജ് ക്ലിയർ ആയിരിക്കണം. അഖീദ പെർഫെക്റ്റ് ആയിരിക്കണം. ഈ 5 കാര്യങ്ങൾ അയാളിൽ ഉണ്ടോ എന്നുള്ളത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇബ്നുൽ ഖയ്യിമിനൊക്കെ ഉദ്ധരിക്കുന്നുണ്ടാവും, പക്ഷെ എന്റെ ഇടക്ക് ഭരണാധികാരികളെ കുറ്റം പറയുന്നുണ്ടാവും. അപ്പൊ ആരാണെങ്കിലും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഈ 5 കാര്യങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി. ഒന്ന്, മനഹജ്, പിന്നെ ഇത്തിജാഹ്, അഖീദ, ദീന്, ഇൽമ്. ഈ 5 കാര്യങ്ങളാണ് അയാളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. പിന്നെ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അഖീദ, രണ്ടാമത്തത് മനഹജ്, പിന്നെ ദീനി, ഇൽമ്. അതിലൊക്കെ എന്തായിരിക്കണം? മൗസൂഖായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ. അവസാനം പറഞ്ഞത് മുസ്തഖീം അൽ ഇത്തിജാഹ് എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള എല്ലാ നിലക്കും മതപരമായിട്ടുള്ള വീക്ഷണ നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ആളായിരിക്കണം. ആ മനഹജ് എന്നുള്ളത് വെറും മാർഗം എന്നുള്ളതല്ല എന്റെ അർത്ഥം. അവിടെ അർത്ഥം എന്താണ്? അതിന്റെ മെത്തഡോളജിയാണ്, രീതിശാസ്ത്രം. പ്രമാണങ്ങളെ മനസ്സിലാക്കുന്ന രീതിശാസ്ത്രമാണ് ഇവിടെ മനഹജ് എന്ന് പറയുന്നത്. അയാൾ പ്രമാണങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, പ്രമാണങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത് സലഫുകൾ മനസ്സിലാക്കുന്ന രീതിയിലാണോ അല്ലേ? അതാണ് അവിടെ മനഹജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഖീദ എന്നുള്ളത് മനസ്സിലായല്ലോ. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സിഫാത്തുകളുടെ വിഷയത്തിലാണെങ്കിലും അസ്മാകളുടെ വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള അത്തരത്തിലുള്ള ഹദീസുകളാണെങ്കിലും ശരി, അവിടെ എന്തായിരിക്കണം? സലഫുകളുടെ അഖീദ ആയിരിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് പല ആൾക്കാരും തെറ്റിപ്പോണ്ടത് ഈ ഒരു വിഷയത്തിലാണ്. മനസ്സിലാണ്ടല്ലോ? അപ്പൊ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്നിട്ട് പറയണം, അപ്പൊ ഈ 5 കാര്യങ്ങളാണ് മനസ്സിലുണ്ടാകാൻ ഞാൻ ചോദിക്കും. 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാ സംശയം നമ്മൾ തീർത്താൽ മതി. ചില ആൾക്കാർ ചോദിക്കും, അയാള് അങ്ങനെയാണല്ലോ, അയാൾ എങ്ങനെയുള്ള, അയാൾ മറ്റാണല്ലോ, അയാൾ അറിയപ്പെട്ട ആളാണല്ലോ, അയാൾ അങ്ങനെയുള്ള. അപ്പൊ ഈ 5 കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. 5 കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെ മൗസൂഖ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയാനുള്ള കാരണം ലിഅന്ന തഖലീദ, ലിഅന്ന തിൽമീദ. കാരണം ഒരു വിദ്യാർത്ഥി സൗഫ യകൂനു നുസ്ഖതൻ മിൻ ഉസ്താദി. കാരണം ഒരു വിദ്യാർത്ഥി ഉസ്താദിന്റെ നുസ്ഖ ആയിരിക്കും, കോപ്പി ആയിരിക്കും. ഉസ്താദ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും വിദ്യാർത്ഥി. ഫൈൻ വഫഖല്ലാഹു ലഹു ഉസ്താദൻ സലീമൻ മുസ്തഖീമൻ സ്വറ അലാ നഹ്ജി. ഒരു നല്ല ഉസ്താദാണെങ്കിൽ അയാളുടെ മനഹജിലായിരിക്കും ആ വിദ്യാർത്ഥി ഉണ്ടാകുക. അതേപോലെ വൈൻകാനൽ ആഖറു ഫസയൻഹരിഫു കമൻ ഹറഫ ഉസ്താദു. ഉസ്താദ് വ്യതിചലിച്ചു പോയ വ്യതിയാനത്തിന്റെ ആളാണെങ്കിൽ വിദ്യാർത്ഥി എന്താകും? വ്യതിചലിക്കും. അപ്പോ നമ്മൾ ആരെടുത്തുനിന്നാണോ ഇൽമു എടുക്കുന്നത് അതായിരിക്കും ആ വിദ്യാർത്ഥിക്കൊണ്ടാണ് നിലപാട്.
ഇത് വളരെ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ അഹ്ലുസുന്നക്ക് എതിരായിട്ടുള്ള നിലപാട് വെച്ച് പുലർത്തുന്ന ആൾക്കാർ, ഇപ്പൊ ഉദാഹരണമായിട്ട് സിറിയയിലേക്ക് യുദ്ധത്തിന് പോകണം, അവിടെ നടക്കുന്നത് ജിഹാദാണ്, അവിടേക്ക് യുദ്ധത്തിന് പോകണം. ഓക്കെ, അതാരെ പറഞ്ഞത്? അത് ഏത് സലഫി പണ്ഡിതനാണ് അത് പറഞ്ഞത്? ഒരാളെ പേര് നിങ്ങൾ പറഞ്ഞു തന്നെ. ആധികാരികമായിട്ടുള്ള ഒരു സലഫി പണ്ഡിതന്റെ പേര് നിങ്ങൾ പറഞ്ഞു തന്നാണ്. ആരുമില്ല. പിന്നെ എവിടുന്ന് അത് കിട്ടി? പിന്നെ അത് എവിടുന്ന് കിട്ടി? ഇതാണ് പ്രശ്നം. അവന് ഫോളോ ചെയ്യുന്ന ഒരു ശേഖുണ്ട്, അയാളെ സലഫ് അല്ലെങ്കിൽ പ്രശ്നം അതാണ്. അയാളുടെ തലയിലേക്ക് അത് എങ്ങനെ കിട്ടി? അയാളുടെ തലയിലേക്ക് അത് അങ്ങനെ വന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതിപ്പോ ഈ തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും, ഐസിസിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കുന്ന ആൾക്കാർ, അതവർക്ക് എവിടുന്ന് കിട്ടി? അതുകൊണ്ടാണ് ഈ 5 കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലെ പ്രശ്നം എന്താണ്? ഒരു സലഫി പണ്ഡിതന്റെ പേര് പറയല്ലോ, ആധികാരികമായിട്ടുള്ള ഒരു സലഫി പണ്ഡിതന്റെ പേര് പറയല്ലോ. പിന്നെ എങ്ങനെ ഇവരുടെ ആശയം ഇവരുടെ മസ്തിഷ്കത്തിലേക്ക് എത്തി? അവിടെയാണ് പ്രശ്നം. ഇതെല്ലാ കാര്യത്തിലും അതാണ് എന്ത് ഇവിടെ പറഞ്ഞത്, ആ ഉസ്താദിന്റെ ഒരു കോപ്പി ആയിരിക്കും വിദ്യാർത്ഥി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുകയാണ്. ഒരു ഷെയ്ഖിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ തെരഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പൊ ഖുമൈനി ഇമാം ആരാ പറഞ്ഞു? ഖുമൈനി ഇമാം എന്നുള്ളത് ആരാ പറഞ്ഞു? അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്, മനസ്സിലാകേണ്ടതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം ഈ 5 കാര്യങ്ങൾ. പിന്നെ നമ്മളിങ്ങനെ ചോദിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അയാളുടെ മനഹജ് എന്താന്നുള്ളത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? അയാൾ ഇൽമു ഇപ്പൊ നിങ്ങൾ ആരിൽ നിന്നാണോ ഇൽമു സ്വീകരിക്കുന്നത്, അതേപോലെ പ്രധാനപ്പെട്ടതാണ് ആ ഇൽമു സ്വീകരിക്കുന്ന ആളെ ഇൽമു സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഇൽമു സ്വീകരിക്കുന്ന അറിയപ്പെട്ട ഷെയ്ഖുമാരിൽ നിന്നാണോ, ലോകത്ത് സലഫിയത്ത് കൊണ്ട് അറിയപ്പെട്ട ഷെയ്ഖുമാരിൽ നിന്നാണോ? അല്ലേ അവരുടെ ദർസുകളാണോ, അവരുടെ ഗ്രന്ഥങ്ങളാണോ അവലംബിക്കുന്നത്, അവരുടെ കിതാബുകളാണോ പഠിപ്പിക്കുന്നത്? അതാണ് അത് നോക്കേണ്ടത്. ഇവരിപ്പോ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി എന്താ? ചിലപ്പോൾ ഈ സുറൂറികൾ സലഫികൾക്കിടയിൽ ഉള്ളിൽ കയറിയിട്ട് ഇത് പൊളിച്ചാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരടക്ക ഇബ്നു തൈമിയ ബിൽ ഖയ്യിം എന്നുള്ളതൊക്കെ പറയും, ഇബ്നു തൈമിയ എന്നുള്ളതൊക്കെ പറയും. പക്ഷെ അടക്കം എന്താണ്? അവരുടെ തെറ്റായിട്ടുള്ള ആശയം തിരികെ കയറ്റും. അവിടെയാണത് പ്രശ്നം വരുന്നത്. അപ്പൊ വെറും ഇബ്നു ഖയ്യിം എന്നുള്ളത് പറയുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ടെന്ന് അർത്ഥം. ഇപ്പൊ ഷെയ്ഖ് അൽബാനി ഹദീസ് സ്വഹിയാക്കിയെന്നുള്ളത് എല്ലാവരും പറയും. ഷെയ്ഖ് അൽബാനിന്റെ വിരോധികൾ പോലും ഇവിടെ മിമ്പർ എന്ന് പറയുന്നത് കേൾക്കാം, ആ ഹദീസ് സ്വഹഹുൽ അൽബാനി എന്ന് പറയുന്നത് കേൾക്കാം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ എന്താകും? നമ്മൾ ആ മൻഹജിൽ നിന്ന് തെറ്റിപ്പോകും, അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഇബ്നു സീരിനെ പോലുള്ള ആളുകൾ എന്ത് പറഞ്ഞത്? ഈ ഇൽമു എന്നുള്ളത് ദീനാണ്. അതുകൊണ്ട് ആരിൽ നിന്നാണോ നിങ്ങൾ ഇൽമു സ്വീകരിക്കുന്നത് അവരെ നിങ്ങൾ നോക്കണം. അല്ലെ, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. അത് നിങ്ങൾ നോക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അത് സലഫിയത്ത് കൊണ്ട് അറിയപ്പെട്ട ആളുകളിൽ നിന്നായിരിക്കണം എന്നർത്ഥം, ഷെയ്ഖുമാരിൽ നിന്നായിരിക്കണം എന്നർത്ഥം. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി കുറെ വരുന്നുണ്ട്, ബാക്കി നോക്കാം. അതുകൊണ്ട് ഇനി അപ്പൊ ഒരു നസീഹത്ത് അദ്ദേഹം തന്നതിന് ശേഷം അദ്ദേഹം ആ ചർച്ച ചോദ്യത്തിൽ അവസാനിപ്പിക്കാണ്. അതുകൊണ്ട് വൈദാ ഖുദ്ദിറ, ഇനി അന്നഹു ലാ യസ്തതിഉൽ വുസൂല ഇലാ മിസ്ലി ഹാദൽ ഉസ്താദിൽ മൗസൂഖി ബിഹി കമാ ദക്കർന. ഇനി നമ്മൾ പറഞ്ഞതുപോലെ വിശ്വസ്തനായ ഒരു ഷെയ്ഖിനെ കിട്ടിയിട്ടില്ലെങ്കിൽ, ലഭിച്ചിട്ടില്ല എന്ന് കരുതുക, അങ്ങനെ എല്ലാവർക്കും ലഭിച്ചോളുന്നില്ല, അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫഖദ് തയസ്സറൽ അംറു വലില്ലാഹിൽ ഹംദു ഫിൽ ആവിനത്തിൽ അഖീറ. അല്ലാഹുവിന് സ്തുതി, അൽഹംദുലില്ലാ. ആവിനത്ത് എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. കാരണം എന്താ? ഫസോർ തസ്വാത്തുൽ ഉലമായി തസിലു ഇലാ അഖ്സദ് ദുനിയാ അബറ ശരീഅത്ത്. ഉലമാക്കളുടെ ദർസുകൾ എന്താണ്? ഇന്ന് ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. എങ്ങനെ? ശരീഅത്തിലൂടെ. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കാസറ്റിലൂടെ. അപ്പൊ അത് നമുക്ക് എന്താണ്? അൽഹംദുലില്ലാ, അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്? ഇനി ഒരാൾക്ക്
അയാളുടെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഖ് ഇല്ലെങ്കിലും അതിനുള്ള സ്രോതസ്സുകൾ ഇല്ലെങ്കിലും എന്താണ് ഇന്നത്തെ കാലത്ത് ലോകം മുഴുവൻ എന്താണ് സലഫി പണ്ഡിതന്മാരുടെ നമ്മുടെ ദർസുകൾ നമുക്ക് കിട്ടും. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കാസറ്റിലൂടെ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് ലഭ്യമാണ്, അവരുടെ പ്രസംഗങ്ങൾ ലഭ്യമാണ്. വയംകിനുഹു അൻ യുഖ്രിയ അലൽ ഉസ്താദി ബിമാ യസ്മഉ മിന ശരീഅത്തി. ആ കാസറ്റിൽ നിന്ന് അവന് കേൾക്കുന്നത് എന്താണോ അത് ഒരു ഷെയ്ഖിന് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കാനും അവനൊന്ന് സാധിക്കും. അതേപോലെ വയുഖയ്യിദമാ യുഷ്കലു അലൈഹി മിനൽ കലാമി, ആ ഷെയ്ഖിന്റെ സംസാരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവന് നോട്ട് ചെയ്യാനും. ഖയ്യദ എന്ന് പറഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തുന്നതാണ്, എഴുതി വെക്കുന്നതാണ്. മാ യുഷ്കലു എന്ന് പറഞ്ഞാൽ ഇഷ്കാലുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കുക, അതിനും നമുക്കൊന്ന് സാധിക്കും. എന്നിട്ട് വയുറാജ ബിഹൽ ഉസ്താദൽ മുതകല്ലം, എന്നിട്ട് ആ ഉസ്താദിനോട് നേരിട്ട് സംസാരിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനും മുറാജ ചെയ്യാനും സാധിക്കും. എങ്ങനെ? വൈമാൻ ത്വരീഖിൽ ഹാത്തിഫി അവൻ ത്വരീഖിൽ മുഖാത്തബ, ഒന്നുകിൽ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെ എന്താണ് അയാളോട് നേരിട്ട് സംസാരിക്കാനും സംശയങ്ങൾ ക്ലിയർ ആക്കാനും സാധിക്കും. എഴുത്ത് അല്ലെങ്കിൽ ടെലിഫോൺ, നമുക്കിന്ന് വാട്സപ്പ് ഉണ്ട്, അതല്ലാത്ത മീഡിയകളുണ്ട്, ടെലിഫോണിലൂടെ ബന്ധപ്പെടാൻ പറ്റും. ആ രൂപത്തിൽ ഓരോ സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഷെയ്ഖുമാരായിട്ട് നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കും. അവർക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം, ടെലിഫോൺ ചെയ്യുക, അതൊക്കെ നല്ല സംവിധാനങ്ങൾ. ഫകുല്ലു ഷൈഇൻ മുതാഹുൻ ഫിൽ ആവിനത്തിൽ അഖീറ വൽഹംദുലില്ലാ, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാ ലഭ്യമാണ്, നമുക്കതിന് സൗകര്യമുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അത്തരത്തിലുള്ള നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് എന്താണ് ഇന്റർനെറ്റ് ഉണ്ട്, അതിലൂടെ ഷെയ്ഖുമാരുടെ ദർസുകൾ കേൾക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് വന്നാൽ തന്നെ എന്താണ് ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ആ ഡൗട്ടുകൾ ക്ലിയർ ആക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ മഅലൂമുൻ അറിയപ്പെട്ട കാര്യമാണ് അന്ന തലഖൽ ഇൽമി അനി ഷെയ്ഖി അഖറബു ഫി തഹ്സീലി വഅസ്ലമു മിനൽ സലലി. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നേരത്തെ ഒരു ഷെയ്ഖിനെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണിത്. എന്തേ അറിയപ്പെട്ട കാര്യമാണ് ഒരു ഷെയ്ഖിൽ നിന്ന് ഇൽമെടുക്കുന്നതാണെന്ത് ഇൽമ കരസ്ഥമാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം. അഖറബു ഫി തഹ്സീലി, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു ഷെയ്ഖിൽ നിന്ന് നേരിട്ട് ഇൽമെടുക്കുക. അതിന് രണ്ട് ഫായിദകളുണ്ട്. ഒന്നെന്താണ്? അഖറബു ഫി തഹ്സീലി, ഇൽമ കരസ്ഥമാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒന്നതാണ്. രണ്ടാമത്തേത് വഅസ്ലമു മിനൽ സലലി, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം അതാണ്, ഒരു ഷെയ്ഖിൽ നിന്ന് നേരിട്ട് ഇൽമെടുക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് അഖീദ, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ബിദ്അത്ത്? അത് നമ്മളൊരു 1000 അവിടെ ഇങ്ങനെ പെരത്തിനെക്കാട്ടും നല്ലത് ഒരു ഉസ്താദിന്റെ ഒരു 5 മിനിറ്റുള്ള ക്ലാസ് കേട്ടാൽ അത് ക്ലിയർ ആവും. ഇൽമു കരസ്ഥമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ് ഒന്നാമത്തത്. അത് ഏതൊരു സംഗതി അങ്ങനെ തന്നെയാണ്, ഏതൊരു സംഗതി അങ്ങനെ തന്നെയാണല്ലോ. അത് അതിൻ്റെതായ ആളുകളിൽ നിന്ന് നേരിട്ട് കേട്ടാൽ അത് എളുപ്പമായിരിക്കും. നമ്മളിങ്ങനെ അവിടെ എന്താ പിന്നെ കുറെ സംശയങ്ങൾ അതൊന്നുമില്ലാതെ ഒരു ഉസ്താദിന്റെ അടുത്ത് കേൾക്കുമ്പോൾ എന്താണ് ശിർക്ക്, എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത്, എന്താണ് ഷർത്ത്, എന്താണ് ഫർള്. അപ്പൊ അതാണ് എന്ത് ഇൽമ് നേടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണ്? ഒരു ഷെയ്ഖിൽ നിന്നത് നേരിട്ടെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ വഅസ്ലമു മിനൽ സലലി എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം അതാണ്. അതിന് അടുത്ത അധ്യായങ്ങളിലൂടെ അത് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണ വലിഹാദ, കാരണം നജിദു നമ്മൾ കാണുന്നു അല്ലദീന യഅ്തമിദൂന അലാ മുജറദി ഖിറാഅത്തിൽ കുതുബി യുഖ്തിഊന ഖതഅൻ കബീറ. കാരണം ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് ഇൽമു തേടുന്ന ആളുകൾ, അതിൽ നിന്ന് മാത്രം ഇൽമു സ്വീകരിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചുള്ള അവർക്ക് വലിയ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അവർക്ക് വലിയ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ഏത് കിതാബുകളെ മാത്രം അവലംബിച്ചിട്ട് ഇനി അത് വരുന്നുണ്ട്. അതിന്റെ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, അപകടങ്ങൾ, അത് അപകടം ചെയ്യും. അത് കുറച്ചൊക്കെ ഇൽമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉപകാരപ്പെടുത്തുക എന്നുള്ളതല്ലാതെ നമ്മളൊരു ഷെയ്ഖില്ലാതെ ഒരു ഉസ്താദില്ലാതെ ഒരു അധ്യാപകനില്ലാതെ എന്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചാൽ എന്താണ്? കാരണം ചില പ്രയോഗങ്ങൾ ഇപ്പോൾ ഇവിടെ മൻഹലുണ്ട് അല്ലെങ്കിൽ മുൻജിദ് എടുത്തിട്ട് അർത്ഥം വെച്ചാൽ കിട്ടുന്ന അർത്ഥം ആവില്ല അതിന്റെ പിന്നെ ശർഈ ആയിട്ടുള്ള ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം. അപ്പോ കിതാബുകളെ മാത്രം അവലംബിക്കുക എന്നുള്ളത് എന്താണ്? ചിലപ്പോ അതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവും. ഖതഅൻ കബീറ, വലിയ അപകടം അതുകൊണ്ട് ഉണ്ടാകും. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ വരുന്ന അധ്യായങ്ങളിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു പോകുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് വലിയ അപകടങ്ങളുണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ, നമ്മൾ കിതാബുകളെ മാത്രം ഒരാൾ അവലംബിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണത്തേക്കാളേറെ ചിലപ്പോൾ അപകടമാണ് ഉണ്ടാകുക. വല യസ്ലൂന ഇലൽ ഗായത്തി, അവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂല. മിനൽ ഇൽമി, ഇൽമു നേടുക എന്നുള്ളതാണല്ലോ.
ആ ഇൽമു നേടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചോളണമെന്നില്ല. ഇല്ലാ ബഅദ സമനിൻ തവീൽ, ദീർഘകാലത്തിന് ശേഷമല്ലാതെ. അപ്പൊ ഒരു ഉസ്താദ് ഇല്ലാതെ പഠിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ലാക്കിൻ പക്ഷെ ഇന്ദ ലറൂറ, ഒരു ലറൂറത്തിന്റെ അവസ്ഥയാണെങ്കിൽ ലാ ബഅസ്, തെറ്റില്ല, അൻ തതഅല്ലമ മിനൽ കുതുബി വൽ അശ്രിതതി വമാ അശ്ബഹ ദാലിക. ഇനിയൊരു ലറൂറത്തിന്റെ അവസ്ഥയാണെങ്കിൽ, കാരണം ഒരു നിർബന്ധിത അവസ്ഥയാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരാൾക്ക് എന്ത് ചെയ്യുക, കുത്തുബുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ, കാസറ്റുകൾ ഒക്കെ അവലംബിക്കാം. അതേപോലുള്ളതൊക്കെ അവലംബിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ബിഷർത്ത്, ഒരു ഷർത്തുണ്ട്. എന്താണ് ഷർത്ത്? അൻ തകൂന ഹാദിഹിൽ അശ്രിത വൽ കുതുബ് മിൻ ആലിമിൻ മഅമൂനിൻ ഫി അഖീദതിഹി വദീനിഹി വഇൽമിഹി വമൻഹജി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അങ്ങനെ നമ്മൾ അത്തരത്തിലുള്ള കുത്തുബുകൾ അവലംബിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാസറ്റുകൾ അവലംബിക്കുകയാണെങ്കിൽ, ആ ഗ്രന്ഥങ്ങളും ആ കാസറ്റുകളും കിതാബുകളും എന്തായിരിക്കണം? മിൻ ആലിമിൻ മഅമൂനിൻ, വിശ്വസ്തനായ ഒരു ആലിമിന്റെ കാസറ്റുകളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആലിമിന്റെ ഗ്രന്ഥങ്ങളായിരിക്കണം. ആ ആലിമിൻ മഅമൂൻ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം കാര്യങ്ങളിൽ? നേരത്തെ പറഞ്ഞല്ലോ, അഖീദയിൽ മഅമൂനായിരിക്കണം, ദീനിന്റെ കാര്യത്തിൽ മഅമൂനായിരിക്കണം, ഇൽമിന്റെ കാര്യത്തിൽ മഅമൂനായിരിക്കണം, മൻഹജിന്റെ കാര്യത്തിൽ എന്തായിരിക്കണം? മഅമൂനായിരിക്കണം. ഇതിലൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരാളുടെ കാസറ്റുകളും അവരുടെ ഗ്രന്ഥങ്ങളും നമുക്ക് അവലംബിക്കുന്നതിന് എന്തില്ല, തെറ്റില്ല. എന്നാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗം ഏതാണ്? ഒരു ഷെയ്ഖിൽ നിന്ന്, അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഇൽമ് തേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ഇതാണ് അദ്ദേഹം അതിന്റെ അവസാനമായിക്കൊണ്ട് നസീഹത്ത് കൊടുക്കുന്നത്. ഇതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നത്. ആ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് അദ്ദേഹത്തിന് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതോടുകൂടിയിട്ട് ആ ചോദ്യവും അതിന്റെ ഉത്തരവും കഴിഞ്ഞു. ഇനി അടുത്ത പേജ് മറിക്കാം. പിന്നെ ചില ചോദ്യങ്ങളാണ് വരുന്നത്. ആ ചോദ്യങ്ങൾ പലതും നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. പിന്നങ്ങനെ വന്നിട്ട് കുറെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ പറ്റി, അതേപോലെ മെഡിക്കൽ സയൻസ് പഠിക്കുന്നതിനെ പറ്റി ഒക്കെ ചോദ്യങ്ങളുണ്ട്. അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതിൽ വന്നു. ഏത് ദുനിയാവിന്റെ ഇൽമുകൾ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഹുക്കുമുകൾ നേരത്തെ അത് നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇനി അതില് 23-ാമത്തെ ചോദ്യം. 23-ാമത്തെ ചോദ്യം, പേജ് നമ്പർ 53. അതിലൊരു ചോദ്യം ചോദിച്ചു, എന്താണ് ത്വാലിബ് ഇൽമിൻ യുരീദു അൻ യദ്ഹബ മാ ഇഖ്വാനിഹി ഫില്ലാഹി ലി ത്വലബിൽ ഇൽമി. ഒരു ത്വാലിബിൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവന്റെ ഇഖ്വാനികളുടെ കൂടെ ഇൽമു തേടി പോകാൻ ഉദ്ദേശിക്കുന്നു, അതിന് ആഗ്രഹമുണ്ട്. എന്നാൽ വക്കാനൽ ഹായിലു ബൈനഹു ബൈന ദിഹാബി മാഹും ഹുവ അഹ്ലുഹു. എന്നാൽ അവന്റെ ഇടയിലുള്ള തടസ്സം എന്താണ്? അവന്റെ അഹ്ലാണ്. അവന് ഇൽമു തേടി പോകുന്നതിലുള്ള തടസ്സം അവന്റെ അഹ്ലുകാരാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാലിദ്, ഉമ്മ, അവന്റെ മാതാപിതാക്കൾ. ഫമൽ ഹുക്കുമി ഫി ഖുറൂജി ഹാദ ത്വലബി. എങ്കിൽ മാതാപിതാക്കൾ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ഇൽമു തേടിക്കൊണ്ട് യാത്ര പോകുന്നതിന്റെ ഹുക്കും എന്താണ്? അത് പാടുണ്ടോ എന്നുള്ളതാണ് ഇബ്നു ഉസൈമീനോട് ഇതിൽ ചോദിക്കുന്നത്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം ഫഅജാബ ബി ഖൗലിഹി. എന്താണ് അതിന്റെ ഉത്തരം? ഹാദ ത്വാലിബു, ഈ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഇൻകാന ഹുനാക ലറൂറത്തുൻ, അവന് ലറൂറത്തുണ്ടെങ്കിൽ, ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടെങ്കിൽ, അനിവാര്യത ഉണ്ടെങ്കിൽ, ബഖായിഹി ഇൻദഹും, മാതാപിതാക്കളുടെ അടുത്ത് നിലനിൽക്കണം, അവരുടെ അടുത്ത് ഉണ്ടാകണം എന്നുള്ള ലറൂറത്ത് ഉണ്ടെങ്കിൽ ഫഹാദ അഫ്ളൽ. അവിടെ ലറൂറത്ത് ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ അടുത്ത് നിൽക്കുകയാണ് ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അഫ്ളലായിട്ടുള്ളത്. ഏതോടൊപ്പം അന്നഹു യുംകിനുഹു, ആ മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ അവന് സാധിക്കും അൻ യബ്ഖാ ഇൻദഹും മാ ത്വലബിൽ ഇൽമി, അവരോടൊപ്പം അവരെ പരിചരിച്ചുകൊണ്ട് നിൽക്കുന്നതോടൊപ്പം തന്നെ അവന് ഇൽമു തേടാനും സാധിക്കുമെങ്കിൽ അതാണെന്ത്? ആ മാതാപിതാക്കളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് അവന് അഫ്ളലായിട്ടുള്ളത്. ഒരു ലറൂറത്ത് ഉണ്ടെങ്കിൽ, ആ മാതാപിതാക്കളുടെ അടുത്ത് നിൽക്കേണ്ട ഒരാവശ്യം ഉണ്ടെങ്കിൽ, അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ അവൻ പോയാൽ അവരെ പരിചരിക്കാൻ ആരുണ്ടാവില്ല, അതാണ് അവിടെ ലറൂറത്ത് എന്ന് പറഞ്ഞത്. അവരെ പരിചരിച്ചുകൊണ്ട് തന്നെ അവിടെ വെച്ചുകൊണ്ട് അവൻ ഇൽമു തേടാനും സാധിക്കുമെങ്കിൽ അവരെ പരിചരിച്ചുകൊണ്ട് അവിടെ നിൽക്കലാണ്, യാത്ര പോകാതിരിക്കലാണ് എന്ത് അവന് അഫ്ളലായിട്ടുള്ളത്. കാരണം ലിഅന്ന ബിർറൽ വാലിദൈനി, കാരണം മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുക എന്നുള്ളത് മുഖദ്ദമുൻ, അതിനെ മുന്തിക്കണം, അൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ മുന്തിക്കേണ്ടത് എന്തിനാണ്? മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുന്നതിനാണ്. അത് അദ്ദേഹം പറഞ്ഞതിനൊക്കെ ഹദീസുകൾ ഉണ്ടല്ലോ, അറിയാലോ. ആ ഹദീസുകളൊക്കെ വെച്ചിട്ടാണ് ഇബ്നു ഉസൈമീൻ വളരെ ഷോർട്ടാക്കിയിട്ട് ഒരു ഉത്തരം കൊടുക്കുന്നത്. ഇതിൽ
കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ മുന്തിക്കേണ്ടത് മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുന്നതിനാണ്. അപ്പൊ അങ്ങനെ ഒരു അനിവാര്യത ഉണ്ടെങ്കിൽ അവൻ അവിടെ നിൽക്കുകയാണ് വേണ്ടത്, അവരുടെ അടുത്ത് നിൽക്കുകയാണ് വേണ്ടത്. വൽ ഇൽമു മിനൽ ജിഹാദി, കാരണം ഇൽമു തേടുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽപ്പെട്ടതാണ്. അപ്പൊ ആ ജിഹാദിനേക്കാൾ മുന്തിക്കേണ്ടത് മാതാപിതാക്കൾക്കുള്ള ബിർറനെയാണ്. വബിത്താലി ഫയഖൂനു ബിറുൽ വാലിദൈനി മുഖദ്ദമൻ അലൈഹി ഇദാ കാന ഫി ഹാജത്തിൻ ഇലൈഹി, അതുകൊണ്ട് ആ ബിർറിനെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നതിന് അവൻ എന്ത് ചെയ്യണം? ഇൽമു തേടി പോവുക എന്നുള്ളതിനേക്കാൾ മുഖദ്ദമം മുന്തിക്കണം. അതിനാണ് അവൻ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അത് പറഞ്ഞിട്ട് നിർത്തുന്നില്ല, നോക്കിക്കോ ബാക്കി കൂടി. അമ്മ ഇതാണല്ലോ മെക്കൂന ഫി ഹാജത്തിനിലേ, എന്നാൽ ആ മാതാപിതാക്കൾ രണ്ടുപേർക്കും ഇവൻ ആവശ്യമില്ലെങ്കിൽ, ദറൂറത്തിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ, അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വയത്തമക്കനും ഇൻ തൊലബിൽ ഇൽമി അക്സറ ഇദാ ഖറജ, അവനാകട്ടെ ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അവനുള്ളതിനെ കൂടുതൽ ഇൽമു തേടാൻ അവന് സാധിക്കും, കൂടുതൽ അറിവ് കരസ്ഥമാക്കാനും സാധിക്കുമെങ്കിൽ ഫലാ ഹറജ അലൈഹി അൻ യഖ്റുജ ഫീ തൊലബിൽ ഇൽമി ഫി ഹാദിഹിൽ ആലി, ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അവനെന്താണ്? ഇൽമു തേടിക്കൊണ്ട് യാത്ര പോകാം. കാരണം അവിടെ ഒരു ദറൂറത്തിന്റെ അവസ്ഥ അല്ല, ആ മാതാപിതാക്കൾക്ക് അടുത്ത് നിൽക്കേണ്ട ഒരു ദറൂറത്തിന്റെ അവസ്ഥ അല്ല. മാത്രമല്ല അവന് യാത്ര പോകുന്നത് കൊണ്ട് എന്താണ്? കൂടുതൽ പണ്ഡിതന്മാരായിട്ട് ബന്ധപ്പെടാൻ, അവരിൽ നിന്ന് കൂടുതൽ ഇൽമു സ്വീകരിക്കാൻ അവന് കഴിയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. വലാകിന്നഹുമാ ഹാദാ ലാ യൻസാ ഹഖൽ വാലിദൈനി ഫി റുജൂഇ ഇലൈഹിമാ വഇഖ്നാഇഹിമാ ഇദാ റജ, എന്നാൽ എന്താണ്? മാതാപിതാക്കളോടുള്ള ഹഖിന്റെ കാര്യം അവന് മറന്നു കളയരുത്. അവൻ അവരിലേക്ക് തിരിച്ചു വരണം, അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കണം, അവർ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തണം. അതൊക്കെ അവന്റെ ബാധ്യതയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? അവൻ മറന്നു പോവുകയും ചെയ്യരുത്. തീർന്നിട്ടില്ല. വഅമ്മാ ഇദാ അലിമ, എന്നാൽ അവൻ അറിഞ്ഞാൽ, അവൻ മനസ്സിലാക്കിയാൽ, കറാഹത്തുൽ വാലിദൈനിൽ ഇൽമി ശർഈ ഫഹാഉലാ ഇലാ തുഅത ലഹുമാ, ഇതാണ് ഇമ്പോർട്ടന്റ്. എന്നാൽ മാതാപിതാക്കൾ അവനെ തടയുന്നത് അവർക്ക് ശർഈ ആയിട്ടുള്ള ഇൽമു തേടുന്നതിനോടുള്ള വെറുപ്പ് കൊണ്ടാണെങ്കിൽ, കാരണം ഖുർആനും സുന്നത്തും പഠിക്കാൻ വേണ്ടി പോവല്ലേ, അപ്പൊ അതിനോട് താല്പര്യമില്ല. ശർഈ ദീന് പഠിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പൊ മക്കത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ മദീനത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഇൽമു തേടാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഇൽമു തേടുന്നതിനോടുള്ള ശർഈ ആയിട്ടുള്ള ഇൽമു തേടുന്നതിനോടുള്ള താല്പര്യക്കുറവ്, അവർക്ക് അതിനോട് ഇഷ്ടമല്ല. കാരണം മകന് ദീനിയായിട്ട് നടക്കണം എന്നുള്ള അവർക്ക് ആഗ്രഹമല്ല. അപ്പൊ ആ ഇൽമിനോടുള്ള വെറുപ്പാണെങ്കിൽ ലാ തുഅത ലഹുമാ, അവർ രണ്ടുപേരെയും ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതില്ല? അനുസരിക്കേണ്ടതില്ല. അപ്പൊ അവർക്ക് അവിടെ വിഷയം എന്താണ്? അവർക്ക് ശർഈ ആയിട്ടുള്ള ഇൽമിനോടുള്ള വെറുപ്പാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളോ ആവശ്യങ്ങളോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ല. കാരണം ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. ഏത് ദീനനുസരിച്ച് ജീവിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ അന്നത്തെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഏറ്റവും വലിയ പ്രശ്നക്കാരായിരിക്കും ആ വീട്ടിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അവരായിരിക്കും ശത്രുക്കൾ. ആ വീട്ടിൽ ശത്രുക്കളായിരിക്കും, കുടുംബക്കാർ ശത്രുക്കളായിരിക്കും, നാട്ടുകാർ ശത്രുക്കളായിരിക്കും, മഹല്ലിലും ശത്രുക്കളായിരിക്കും. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോ അതിനോടുള്ള വെറുപ്പാണെങ്കിൽ ആ വിഷയത്തിൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? മാതാപിതാക്കൾ അനുസരിക്കേണ്ടതില്ല. വലാ യംബഗി ലഹു അൻ യസ്തഇദിന മിൻഹുമാ ഇദാ ഖറജ, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്താണ്? അവൻ പുറപ്പെടുകയാണെങ്കിൽ അവരുടെ അനുവാദം ആവശ്യമില്ല. ലിഅന്നൽ ഹാമില ലഹുമാ കറാഹത്തുൽ ഇൽമി ശർഈ, കാരണം അവനെ തടയാനുള്ള പ്രേരണ എന്താണ്? ശർഈ ആയിട്ടുള്ള ഇൽമിനോടുള്ള വെറുപ്പാണ്. വേറെ ആർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉള്ളത് കൊണ്ടല്ല അവനെ തടയുന്നത്, അല്ലെങ്കിൽ അവൻ പോകണ്ടെന്ന് പറയുന്നത്. അവർക്ക് ഇൽമിനോടുള്ള വെറുപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അവനത് കാര്യമാക്കേണ്ടതില്ല, അവന് പോകാം, അവന് ഇൽമു തേടാം എന്നുള്ളതാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം.